دامت لدينا ففاقت كل معجزتي من النبيين إذ جاءت ولم تدومي. ദാമത്ത് ലദൈന പരിശുദ്ധമായ ഖുർആൻ ഇന്നും നമ്മളിൽ നിലനിൽക്കുകയാണ്. അത് നാമാവശേഷമായി പോയിട്ടില്ല. ഫഫാഖത്തു കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീൻ, മറ്റുള്ള മുഴുവൻ അംബിയാക്കളുടെയും മുഅ്ജിസത്തുകളെ ഈ ഖുർആൻ അതിജയിച്ചു. ഇദ് ജാഅത്, എന്തുകൊണ്ടെന്നാൽ അവരുടെ ആ മുഅ്ജിസത്തുകളൊക്കെ സംഭവിച്ചിരുന്നു, അതൊക്കെ വന്നിരുന്നു. പക്ഷേ വലം തദുമി, അതിനൊന്നും നിലനിൽപ്പുണ്ടായില്ല. എന്തുകൊണ്ട് നിലനിൽപ്പുണ്ടായില്ല? മറ്റുള്ള അംബിയാക്കളൊക്കെ ഒരു പ്രത്യേക കാലത്തിലേക്കും പ്രത്യേക സമുദായത്തിലേക്കും വന്നതാണ്. അതുകൊണ്ട് ആ കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ പറയുന്ന ശരീഅത്ത് അതോടെ അവസാനിക്കുകയാണ്. അവരുടെ മുഅ്ജിസാത്തുകളും അതോടുകൂടെ അവസാനിക്കുകയാണ്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാലത്തേക്കും വന്നവരാണ്. അവിടുന്ന് വഫാത്തായി കഴിഞ്ഞാലും പിന്നെയും വരുന്ന ഉമ്മത്തിന് മുഴുവൻ അവിടുന്ന് നായകരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഅ്ജിസത്ത് മുറിയൂല. പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇവിടെ ജനിക്കാൻ പോകുന്ന അവസാനത്തെ വ്യക്തിയിലേക്കും എത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല തന്നെ ഉറപ്പ് നൽകിയതുമാണ്. മാത്രവുമല്ല, പരിശുദ്ധമായ ഖുർആൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൊണ്ടുവരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആ വെല്ലുവിളി 1400 വർഷമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ വെല്ലുവിളി ഒരാൾക്കും ഏറ്റെടുക്കാൻ സാധിക്കാതെ സാഹിത്യത്തിന്റെ കുലപതിയായി ഇന്നും പരിശുദ്ധമായ ഖുർആൻ നിലകൊള്ളുകയാണ്. സാഹിത്യകാരന്മാരും കവികളും അതുപോലെ തന്നെ പ്രഭാഷകന്മാരും നിയമജ്ഞരും ഡോക്ടേഴ്സും മറ്റുള്ള സയന്റിസ്റ്റുകളും ഇവരെല്ലാവരും ഈ ലോകത്ത് എത്ര വലിയ വലിയ ആളുകൾ കടന്നുപോയി, എത്ര ഇസ്ലാം വിമർശകർ കടന്നുപോയി. അവർക്കൊന്നും ഈ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ ഇതിനോട് കിടപിടിക്കുന്ന ഒരായത്തിന്റെ ശകലമോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരെയൊക്കെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ പരിശുദ്ധമായ ഖുർആനിൽ എന്നും തിളങ്ങി നിൽക്കുകയാണ്.